നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ജയിച്ചില്ല, ബ്രസീൽ ടുണീഷ്യയോട് ജയിച്ചില്ല. 1-1 സമനില. എസ്റ്റവായോ പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ അടിച്ചിരുന്നു. പിന്നെ രണ്ടാമത് പെനാൽറ്റി കിട്ടിയപ്പോൾ അത് പക്കേറ്റെടുത്തു. അത് ലക്ഷ്യത്തിലെത്തിക്കാനും പറ്റിയില്ല. നിരവധി അവസരങ്ങൾ ബ്രസീലിന്, കളിയിൽ വലിയ ആധിപത്യം, ഒടുവിൽ ജയിക്കാനാവാതെ കളിക്കളം വിട്ടു. 1-1 സമനില. ടുണീഷ്യയ്ക്ക് വേണ്ടി അസാം മസ്തൂരിയാണ് ഗോൾ കണ്ടെത്തിയത്. ബ്രസീലിൻ്റെ ഗോൾ എസ്റ്റവായോ വില്യൻ പെനാൽറ്റിയിലൂടെയാണ് നേടിയത്. ഫ്രാൻസിൽ വെച്ച് നടന്ന മത്സരത്തിൽ ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വിനി ജൂനിയറും മാത്യൂസ് കുഞ്ഞയും എസ്റ്റവായോയും റോഡ്രിഗോയും ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ 23-ാമത്തെ മിനിറ്റിൽ ബ്രസീലിനെ ഞെട്ടിച്ചുകൊണ്ട് ഹാസം മസ്തോറി ടുണീഷ്യക്കായിട്ട് പന്ത് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രസീലിൻ്റെ മറുപടി ഗോൾ വന്നു. ബ്രസീലിന് അനുകൂലമായിട്ട് പെനാൽറ്റി അവാർഡ് ചെയ്തു. ലഭിച്ച പെനാൽറ്റി എസ്റ്റവായോ വില്യൻ അനായാസം വലയിലേക്ക് എത്തിച്ചു. രണ്ടാം പകുതിയിൽ ബ്രസീൽ മാറ്റങ്ങൾ വരുന്നു. വിക്ടർ റോക്കിനെ കളിക്കളത്തിലേക്ക് വിടുന്നു. മാത്യൂസ് കുഞ്ഞയ്ക്ക് പകരം വിക്ടർ റോക്ക് കളിക്കളത്തിൽ. അവസരങ്ങൾ ബ്രസീൽ ഉണ്ടാക്കുന്നു, പക്ഷെ പന്ത് വലയിലേക്ക് എത്തുന്നില്ല. പിന്നെ മിലിറ്റാവോക്ക് ചെറിയ പരിക്കിൻ്റെ പ്രശ്നം. ഫബ്രിസിയോ ബ്രൂണോ കളിക്കളത്തിലേക്ക്. അങ്ങനെ മാറ്റങ്ങൾ വരുന്നു. ബ്രസീലിന് അനുകൂലമായിട്ട് ലഭിക്കുന്ന പെനാൽറ്റി. ആ പെനാൽറ്റി ബ്രൂണോ ഗുയിമറസിന് പകരം ഇറങ്ങിയ ലൂക്കാസ് പക്കറ്റയാണ് പെനാൽറ്റി എടുക്കുന്നത്. പക്ഷേ പന്ത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ 78-ാമത്തെ മിനിറ്റിൽ പക്കറ്റയ്ക്ക് കഴിയാതെ പോയതോടെ ബ്രസീലിന് ലീഡ് പിടിക്കാനും കളി ജയിക്കാനുമുള്ള സുവർണ അവസരം തുലച്ച് കളഞ്ഞു. അതോടുകൂടി കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്ക് പോലെ തന്നെ ആദ്യ കളി പൊളിച്ചടുക്കി, രണ്ടാമത്തെ കളി വാങ്ങി. ഇവിടെ ഇപ്പോൾ അങ്ങനെ തന്നെ ആദ്യ കളി പൊളിച്ചടുക്കി, രണ്ടാമത്തെ കളിയിൽ ടുണീഷ്യയോട് സമനിലയിൽ കുരുങ്ങി. അങ്ങനെ ബ്രസീൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 1-1 സമനില. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.